ഛേ, അത് പറയാൻ തന്നെ എനിക്ക് നാണക്കടാവണു. നീ പറ പെണ്ണേ, ഇവിടെ ഒരാൾക്കേ വിശേഷമുണ്ട്. വിശേഷ? ആർക്ക് നിക്കാ? പെണ്ണേ, അവൻ പോയിട്ട് 4 മാസായില്ലേ, പിന്നെങ്ങനെയാ? ഓ, ഒന്ന് പോന്നു, ഇനി എനിക്കൊന്നല്ല. പിന്നെ ആർക്കാ? എന്റെ അമ്മായിമ്മക്ക്. ആർക്ക്? കെട്ടിയോ മരിച്ചിട്ടിരിക്കണില്ല ഇവിടെ, എന്റെ പുഞ്ഞാരമ്മായിമ്മ, അവർക്ക്. പെണ്ണ, നീ എന്തൊക്കെയാ പറയണത്? നിന്റെ നാവിന് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത പറയണ്ടാട്ടാ. എനിക്കറിയാം ഉമ്മ എങ്ങനെയാ പറയുള്ളൂന്ന്. ഞാൻ പറഞ്ഞതേ സത്യാണ് ഉമ്മ. കഴിഞ്ഞ 1.5 മാസമായിട്ടേ അവർക്ക് വെറു ഛർദിയാ. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, എന്റെ അമ്മായച്ചൻ മരിച്ച ശേഷം അവരങ്ങനെ തീറ്റയും കൂടിയൊന്നും ഇല്ല. അപ്പൊ അതിന്റെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ആശുപത്രിക്ക് പോകുന്ന പറയുകയും ചെയ്തേ. എവിടെ പോണ്? ഇതല്ലേ കോലം. ഈ കോലം കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ഡോക്ടർമാരറിഞ്ഞ അതും ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, അത് ഈ പ്രായത്തില്. നന്നായിരിക്കും. എന്നാലും എന്റെ റബ്ബേ, അവര് ഇത്ര കാര്യമൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്കെന്തോ ഇതൊന്നും കേട്ടിട്ട് അത്ര വിശ്വാസം ആവണില്ല. വിശ്വസിക്കണ്ട, ഇത് മൂടി വെക്കാൻ പറ്റുന്ന കേസൊന്നുമല്ലല്ലോ. നിങ്ങളെ വഴിയെ അറിഞ്ഞോളൂ. നിങ്ങൾ മാത്രല്ല, നാട് മൊത്തം അറിയുകയും ചെയ്യും, നാറുകയും ചെയ്യും. വയ്യ, കെട്ടിയോ മരിച്ചിരിക്കുന്ന തള്ളന്റെ ഓരോരോ കോപ്രായത്തരങ്ങളെ. അല്ല, നീ ഇത് മരുമോന്റെ അടുത്ത് പറഞ്ഞ? ഇല്ലമ്മ, അതിന് ഞാൻ തന്നെ ഇപ്പോഴാ അറിയണതേ. ഞാൻ രാവിലെ ഇവിടെ കോലായി അടിച്ചു വരുമ്പോഴേ ഇവര് റൂമിൽ ഇരുന്നിട്ട് ഇവരെ കള്ളക്കാമുവിന്റെ അടുത്ത് സംസാരിക്കുന്നു. നാളെ കള്ളക്കാമുകനും തള്ളയും കൂടി ചെക്കപ്പിന് പോവത്ര. നല്ല കോലം. എന്തായാലും നീ മരുമോന്റെ അടുത്ത് കാര്യങ്ങൾ പറ. ഇത് പൊളിച്ചും മറച്ചും വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ശരി. എന്താ ഞാൻ പറയാ? അയ്യ.